ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ആദ്യം ഞാനിതാ ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. 1/2 ലിറ്റർ പാലിന് ഞാനിപ്പോൾ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ മധുരം അനുസരിച്ചിട്ട് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 4-3 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഈ പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. തിളക്കാൻ പാടില്ല കേട്ടോ. നല്ലൊരു ചൂടായിട്ട് വരുന്ന ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇതാ പാലെല്ലാം ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഈ ബ്രെഡൊന്ന് സൈഡിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം, വൈറ്റോ ബ്രൗണോ ഏതോ എടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഇതുണ്ടായതുകൊണ്ട് ഞാൻ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ സൈഡുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗമില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ബ്രെഡിൻ്റെ അളവ് പറയുന്നത് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. നമ്മൾ വലിയ പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ച് കൂടുതൽ ബ്രെഡ് വേണം. പിന്നെ ചെറുതാണെങ്കിൽ കുറച്ച് ബ്രെഡ് മാത്രം മതി. നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും കേട്ടോ ബ്രെഡിൻ്റെ അളവ് വരുന്നത്. ഇപ്പോൾ ഇതാ പാലൊന്ന് ജസ്റ്റ് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം കേട്ടോ. തിളക്കുന്നതിന് മുമ്പേ ഇട്ട് കൊടുക്കണം. പാലൊന്ന് ചൂടായിട്ട് വരുന്നില്ലേ തിളക്കുന്നതിന് മുമ്പ്, ആ ടൈമിൽ വേണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പാലിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഈ കോൺഫ്ലവറിൻ്റെ എല്ലാം എമൗണ്ട്. ഇപ്പോൾ ക്വാണ്ടിറ്റി ഇല്ലേ അത് കുറക്കുന്നതും കൂട്ടുന്നതിലും നമ്മൾ എത്രയാണോ പാലെടുക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലെടുത്തുകൊണ്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഈ കോൺഫ്ലവറെല്ലാം കുക്കായിട്ട് വരുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. അതിന് മുമ്പായിട്ട് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടില്ലേ കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു ആ സ്മെല്ലിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. നല്ലോണം ടൈറ്റ് ആവണമെന്നൊന്നുമില്ല. ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ കോൺഫ്ലവർ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബദാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കുക കേട്ടോ. നട്ട്സ് നമുക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ പുഡിങ് സെറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ആദ്യം ബ്രെഡിൻ്റെ സ്ലൈസസ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക. ഒന്ന് ആ പാത്രത്തിലെല്ലാം ഒന്ന് ഫില്ലാകുന്ന പോലെ മൊത്തത്തിലൊന്ന് ബ്രെഡ് വെച്ച് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ഒന്ന് ഇത് എല്ലാം ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് ബ്രെഡ് ഫില്ല് ചെയ്തെടുക്കുക ആദ്യം. അങ്ങനെ ഇതാ ബ്രെഡെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പാലിൻ്റെ മിക്സില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബ്രെഡെല്ലാം ഒന്ന് നല്ല പോലെ സോക്കാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ സോക്കായിട്ട് വരണം കേട്ടോ ബ്രെഡ്. കുറച്ച് കൂടുതൽ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എവിടെയും ഗ്യാപ്പൊന്നും ഇല്ലാതെ ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ പാലിൻ്റെ മിക്സ് ഒഴിക്കുന്ന ടൈമിലില്ലേ ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് ബ്രെഡ് വേഗം സോക്കായിട്ട് കിട്ടും. നല്ല ചൂടല്ല, ചെറിയൊരു ലൈറ്റ് ചൂടായിട്ടുള്ള ആ ടൈമിൽ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ വേഗം സോക്കായിട്ട് കിട്ടും ബ്രെഡ്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് പൊടിച്ച ബദാമും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ, ഞാൻ അധികം പൊടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് പിസ്തയോ കാഷ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബദാം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ബദാമെല്ലാം ഇട്ടതിന് ശേഷം സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ട് ബ്രെഡ് വെച്ചിട്ട് അതുപോലെ തന്നെ ബ്രെഡ് വെച്ചിട്ട് ഫുള്ളൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഗ്യാപ്പൊന്നും ഇല്ലാതെ മൊത്തത്തിൽ ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള എല്ലാ മിക്സും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബ്രെഡ് നല്ലപോലെ സോക്കാവുന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. മൊത്തത്തിലൊന്ന് ബ്രെഡ് സോക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ആ മിക്സെല്ലാം ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള നട്ട്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നട്ട്സ് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ പുഡിങ് കഴിക്കുന്ന ടൈമിലല്ലേ, ഇത് കടിക്കുന്ന ടൈം നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു രസമാണ്. ഇങ്ങനെ ഇടയിൽ നട്ട്സ് കടിക്കാൻ കിട്ടുമോ, കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ നട്ട്സ് ഇടുന്ന ടൈമിൽ. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. 2-3 മണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ. മിനിമം 3 മണിക്കൂർ എന്തായാലും വെക്കുക. നല്ല പോലെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ് അല്ലേ, നല്ല ടേസ്റ്റും തന്നെയാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിലെല്ലാം പാർട്ടികളിൽ സ്റ്റാറാവാൻ ഈ ഒരു പുഡിങ് മാത്രം മതി കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.